ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. മസാല ഒന്നും വാട്ടി സമയം കളയാണ്ട് മുക്കി പൊരിക്കാത്ത ഡീപ്പ് ഫ്രൈ ചെയ്യാത്ത കുറച്ച് ഓയിൽ മാത്രം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. രണ്ട് വെറൈറ്റി ആയിട്ട് ഞാൻ സെയിം മസാല വെച്ചിട്ട് തന്നെ രണ്ട് വെറൈറ്റി സ്നാക്ക് കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു വലിയൊരു ബൗൾ എടുക്കാം. മിക്സിംഗ് ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇതൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനെല്ലാം പുഴുങ്ങുന്ന പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുക്കറിൽ 2 വിസിലാക്കി എടുത്തതാണ്. ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങും സെയിം കുക്കറിൽ തന്നെയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തതിന്. എന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് വെന്തോളല്ലോ. ചിക്കൻ എല്ലുള്ള ചിക്കനേനും അതിൻ്റെ എല്ലെല്ലാം മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി വെച്ചിന്. അപ്പോൾ ചിക്കൻ 2 വലിയ ഉരുളക്കിഴങ്ങിന് 400 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തത്. ചിക്കൻ്റെ അളവ് കൂടുന്നതോറും ടേസ്റ്റ് ഉണ്ടാവും. കറക്റ്റ് എത്ര അളവ് വേണമെന്നൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയത്, അത് ചോപ്പ് ചെയ്തതാണ്. പിന്നെ വേണ്ട ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ നേരെ പകുതി എടുത്തിന്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും മല്ലിയിലയും. എരിവ് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. ഉപ്പ് ഞാനിതിലേക്ക് ഇടുന്നില്ല. 1/2 ടീസ്പൂൺ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം ഉപ്പ് ഉരുളക്കിഴങ്ങും ചിക്കനും പുഴുങ്ങുമ്പോൾ ഇട്ടുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ചെയ്യുന്നു. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാനിങ്ങനെ മസാല വാട്ടാണ്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം. വാട്ടാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു 6-7 ബ്രെഡ് പീസസ് എടുത്തതിന് അതൊന്ന് ചൂടാക്കിയെടുക്കുക. സ്റ്റീം ചെയ്തെടുക്കുക. ചൂടാക്കലല്ല, ആവിയേറ്റി എടുക്കലാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്റ്റീമറിലാണ് കേട്ടോ ആവിയേറ്റുന്നത്. സാധാരണ നമ്മൾ ആവി പാത്രമില്ലേ അതിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരാനാണ്. നമുക്കിത് പരത്തിയെടുക്കണം. നോർമൽ ബ്രെഡ് ആകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുക, നമുക്ക് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് ആവി കയറ്റിയാൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനിയിപ്പം ഇതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തുക. എന്നിട്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം ആ ഒരു ബ്രൗൺ കളറെല്ലാം മൊത്തത്തിൽ അങ്ങ് കട്ടാക്കി മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും, നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാലയില്ലേ അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കുക. പിന്നെ ഇതുപോലെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപ്പിടാത്തതിൻ്റെ കാര്യം, ഉരുളക്കിഴങ്ങും ചിക്കനും വേവിക്കുമ്പോൾ ഉപ്പിട്ടുകൊണ്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മസാല വെച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്ന് റോളാക്കി എടുത്താൽ മതി. കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും എന്തായാലും ആവില്ല, പക്ഷേങ്കിൽ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്, നമ്മൾ ഇത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു പാനിലാണ് ചൂടാക്കി എടുക്കുക. ആ സെയിം പാനിലാണ് ഞാനിങ്ങനെ നിരത്തി വെച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. പാനിൽ ഞാൻ കുറച്ച് നെയ്യില്ലേ അതാക്കി കൊടുത്തിട്ട് നെയ്ക്ക് പകരം ഓയിലായാലും എടുക്കുക. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. പിന്നില്ലേ ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ സ്നാക്കിന് സാധാരണ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്കിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. കാര്യം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്നാക്കിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതെല്ലാം ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്കുള്ളതാണ് ഈ ഒരു റെസിപ്പി കേട്ടോ. അങ്ങനെ ബ്രെഡ് റൗണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കിയെടുത്താലും മതി, ഫോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷെ ഞാനൊന്നുകൂടി റൗണ്ട് ഷേപ്പിൽ, ഞാൻ എടുത്ത പാൻ റൗണ്ട് ആയതുകൊണ്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തേ ഉള്ളൂ. എങ്ങനെയായാലും ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 7-8 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിന്. എനിക്ക് വേണമെങ്കിൽ സൈഡിലും കൂടി വെച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു റൗണ്ടും കൂടി ആക്കി കഴിഞ്ഞാൽ പാന് മൊത്തത്തിൽ കവറാവുന്ന രീതിയിൽ വെക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇത് ചൂടാക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മേലേക്ക് കുറച്ച് മോസറല്ല ചീസും പിന്നെ ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എരിവും നല്ല ഫ്ലേവറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇറ്റാലിയൻ സ്പൈസസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ആ ഒരു ചീസ്, മേലെയുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആവണം. പിന്നെ താഴെ നെയ്യും കൂടി സ്പ്രെഡാക്കിനല്ലോ, ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചൂടാക്കിയെടുക്കുക. ചീസ് ഇതിനൊരു നിർബന്ധം തന്നെയാണ്. കാര്യം ചീസും കൂടി ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഒന്നാമത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ മേലെയുള്ള ചീസിലൊന്ന് മെൽറ്റായി സെറ്റാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാല ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഉള്ളിയെല്ലാം വാട്ടിയിട്ട് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട്ലേറ്റിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് സെർവ് ചെയ്യുമ്പം ഒരു വെറൈറ്റി ലുക്കായിരിക്കും കാണാൻ. പിന്നെ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. ഈ ചീസെല്ലാം മെൽറ്റായി നിൽക്കുന്ന സമയത്ത് നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്.
പിന്നെ ഉള്ളിലെ മസാലയിൽ ചിക്കന് പകരം മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ഫില്ലിങ് വെക്കാം. അല്ലെങ്കിൽ ബീഫ് ചെയ്യാം, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം, എന്ത് വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പുതിയൊരു വെറൈറ്റി നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനിയിപ്പോൾ സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെ വേറൊരു ലുക്കിൽ എങ്ങനെയാണ് വേറൊരു സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഈ മസാലയിലില്ലേ കുറച്ച് ബ്രെഡ് ക്രംസ് ഞാൻ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഈ മസാല ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് മസാല ടൈറ്റ് ആക്കാൻ ഞാൻ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 പീസ് ബ്രെഡ് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ആഡ് ആക്കിയാൽ മതി. നമ്മൾ മസാലേൻ്റെ ക്വാണ്ടിറ്റി പോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഇങ്ങനൊരു നീളത്തിലുള്ള ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഒരു 5-6 ഞാൻ ചെയ്തെടുത്തിന്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പരത്താൻ പറ്റില്ലല്ലോ. എന്നിട്ട് പരത്തുന്നതിന് മുന്നേ തന്നെ ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം ബ്രൗൺ കളർ പോർഷൻസ് എല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് മാറ്റുക. കാര്യം അത് നമുക്ക് ആവശ്യമുണ്ട്. അത് അതേ ഷേപ്പിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് പരത്തുന്നതിന് മുന്നേ കട്ടാക്കി മാറ്റുന്നത് കേട്ടോ. എന്നിട്ട് ഈ ബ്രെഡ് പീസ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് അങ്ങനെ പരത്തി ഫ്ലാറ്റ് ആക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ മാത്രം, പൊട്ടിപ്പോവാത്ത രീതിയിൽ ഫോൾഡ് ചെയ്യാൻ മാത്രം ഒന്ന് പരത്തിയാൽ മതി. എന്നിട്ട് ഒരു ചെറിയ പീസ് ചീസ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ നല്ല ഷേപ്പും ആയിരിക്കും, നല്ല ലുക്കും ആയിരിക്കും കാണാൻ. അപ്പോൾ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ടില്ലേ, ഇതൊന്നും കൂടി ഒന്ന് രസാക്കാൻ വേണ്ടിയിട്ട് ആ ബ്രെഡിൻ്റെ ഒരു സൈഡ് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ല രസമായിരിക്കും. നല്ലൊരു റിബണെല്ലാം കെട്ടി വെച്ച പോലെ ഉണ്ടാവട്ടെ കാണാൻ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൊത്തത്തിൽ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ മയണൈസോ കെച്ചപ്പോ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചീസ് വെക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ടോ മയണൈസോ കെച്ചപ്പോ ആക്കി കൊടുക്കുക. കെച്ചപ്പിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും കുറച്ച് ആക്കി കൊടുക്കണം കേട്ടോ. ഒരു ടീസ്പൂണെല്ലാം ഒന്ന് എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്താൽ മതി. പിന്നെ ഇല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് നെയ്യാണ് കേട്ടോ അപ്ലൈ ആക്കുന്നത്. നെയ്യോ ബട്ടറോ ഏതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പാനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം മൊത്തത്തിൽ മേലെ ഭാഗം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ അവനിലൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മേലെ ഭാഗത്ത് ആ ഒരു കോയിലിൻ്റെ ഭാഗത്ത് തന്നെ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ കളറെല്ലാം വേഗം ഒന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ട് വരും. ഓയിലെല്ലാം ഒന്ന് മെൽട്ടായി കളറിലൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അത്രയും സമയം വേണ്ടു. കാര്യം വല്ലാണ്ട് അങ്ങ് കുക്കാവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിപ്പം നല്ല ചൂടായിന്, ആ ഉള്ളിലുള്ള ചീസെല്ലാം ഒന്ന് മെൽട്ടായിന്, കളറും മെല്ലെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് പാനിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പാനിൽ ആക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മുക്കി പൊരിക്കേണ്ട, ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാ സൈഡും. അപ്പോൾ ഞാൻ പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടൂത്ത് പിക്കില്ലേ അതൊന്ന് മാറ്റി കൊടുത്തിന്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അത് മാറ്റിയാലും ആ ഒരു റിബൺ പോലത്തെ സംഭവം അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. കാര്യം അവനിൽ ചെയ്തുകൊണ്ട് അതങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ ഇതും വെറൈറ്റി ലുക്കിങ്ങുള്ള നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ.